നമസ്കാരം. ബെൽറ്റുമത്തായി എന്ന സിനിമയിൽ യേശുദാസ് പാടിയ ഒരു പാട്ടിൻ്റെ ഓർമ്മ വരും ഈ നേതാവിനെ കാണുമ്പോൾ. രാജീവം വിടരും നിൻമിഴികൾ, കാശ്മീരം മുതിരും നിൻ ചൊടികൾ. ഇങ്ങനെ രാജീവം വിടരുന്ന മിഴികളും കാശ്മീരം മുതിരുന്ന ചൊടികളുമായി നടക്കുന്ന നേതാവിൻ്റെ പേരാണ് കോമ്രേഡ് പി രാജീവ്. എല്ലാവർക്കും ഈ മുഖകാന്തിയും പ്രസരിപ്പും ഉണ്ടാകണമെന്നില്ല. ഉള്ളിൽ ആത്മനിഷ്ഠ ഘടകത്തിൻ്റെ അസാധാരണമായ ഘടനാവിശേഷമുള്ളവർക്ക് രാജീവിൻ്റെ ഈ ചൊടിയും ചുണയും കിട്ടുകയുള്ളൂ. ഇതിപ്പോൾ പറയാൻ കാരണം വി ഡി സതീശൻ്റെ ശരീരഭാഷയെ കളിയാക്കിക്കൊണ്ട് ഇദ്ദേഹം നടത്തിയ ചില പരാമർശങ്ങളും അതിന് മുഖ്യമന്ത്രി കൊടുത്ത മറുപടിയും കേട്ടപ്പോഴാണ്. വായിൽ തോന്നുന്നത് കള്ളച്ചിരിയോടെ വന്ന് പറയുക, വയറ് നിറച്ച് വാങ്ങി വീട്ടിൽ പോവുക. ഇതാണ് പി രാജീവിൻ്റെ ഇപ്പോഴത്തെ ദിനചര്യ. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം രാജീവിൻ്റെ തല തീർത്തും ശുഷ്കമായിരിക്കുകയാണ്. ഇനി അമേരിക്കയിൽ പോയി തലച്ചോറ് കയറ്റിയാലും സോഫ്റ്റ്വെയർ പ്രവർത്തിക്കുമെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ 2-3 തവണ സതീശൻ രാജീവിനെ തൂക്കി എറിഞ്ഞു. തല ചെന്ന് നിലത്തടിച്ചതോടെ പരസ്പര ബന്ധമില്ലാതെയാണ് രാജീവ് ഇപ്പോൾ സംസാരിക്കുന്നത്. രാജീവ് ബുദ്ധിജീവിയാണ്, വലിയ പ്രഭാഷകനാണ്, ഗ്രന്ഥകർത്താവാണ്, ചിന്തകനാണ്. ഞാൻ അതൊന്നുമല്ല. ഒരു സാധാരണ നാട്ടിൻപുറത്തുകാരനാണ്. ചിരിക്കേണ്ടപ്പോൾ ചിരിക്കും, കരയേണ്ടപ്പോൾ കരയും. പൊട്ടിത്തെറിക്കേണ്ട സാഹചര്യം വന്നാൽ പൊട്ടിത്തെറിക്കും. എൻ്റെ ബോഡി ലാംഗ്വേജ് ചിലപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട് കാണില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ശൈലി അല്ലല്ലോ എൻ്റെ ശൈലി. വക്കീൽ കോട്ടിട്ട് വന്ന അന്തങ്ങളെ മുഴുവൻ വാരി വലിച്ച് പ്ലീഡർമാരാക്കിയ പുള്ളിയാണ് പുതിയ ഗവൺമെൻറ് എണ്ണം കൂട്ടി എന്ന് പറഞ്ഞ് കളിയാക്കുന്നത്. പ്രതിക്കൂടും സാക്ഷിക്കൂടും തിരിച്ചറിയാത്ത വക്കീലന്മാർ വരെ പിണറായി ഭരണകാലത്ത് പ്ലീഡർമാരായി. താൻ പാർട്ടിയുടെ ആസ്ഥാന ബുദ്ധിജീവിയാണെന്ന ഭാവത്തിൽ നടക്കുന്ന പി രാജീവ് മണ്ടത്തരങ്ങളുടെ ഉസ്താദ് കൂടിയാണ്. സത്യത്തിൽ ചെഗുവേരയുടെ അടിമകൾ വായിൽ വരുന്നത് പറയുന്നതിനൊക്കെ എന്തിനാണാവോ ഇങ്ങനെ മറുപടി പറയുന്നത്? വീട്ടിലിരിക്കപ്പുറതിയില്ലാത്ത മറ്റൊരാൾ നമ്മുടെ റിയാസ് മരുമകനാണ്. ഈ ഒരു മുഖ്യമന്ത്രി എങ്ങനെയാകണമെന്നും ഇച്ഛാശക്തി എങ്ങനെയൊക്കെ വേണമെന്നും പിണറായിയെ നോക്കി പഠിക്കണമെന്ന് ക്ലാസ് എടുക്കലാണ് പുള്ളിയുടെ പരിപാടി. സത്യത്തിൽ CPM നേതാക്കളെല്ലാം അന്തംഗമ്മികളായി മാറിയതോടെ പാർട്ടി വാങ്ങി ശേഖരിച്ച തലച്ചോറ് എവിടെയാണ് വാരി കൂട്ടിയിട്ടിരിക്കുന്നത് എന്നാണ് അറിയേണ്ടത്. വരിക, വാങ്ങിച്ചു കൂട്ടുക, പോവുക. ഈ മട്ടിലാണിപ്പോൾ CPM നേതാക്കളുടെ ദിനചര്യ. പി രാജീവിൻ്റെ കർണക്കുറ്റി നോക്കി സതീശൻ വാർത്താ സമ്മേളനത്തിൽ കൊടുത്തതോടെ ആശാൻ പിന്നെയും മോങ്ങിക്കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയായിട്ടിരിക്കുമ്പോഴെങ്കിലും പറയുന്ന കാര്യങ്ങളുടെ ആധികാരികത ബോധ്യപ്പെട്ട് വേണം സംസാരിക്കാൻ. ഇതൊക്കെയാണ് നിർദ്ദേശം. നേരത്തെ ഇരുന്ന കസേരയ്ക്കകത്തല്ല അദ്ദേഹം ഇപ്പോൾ ഇരിക്കുന്നതത്രേ. അങ്ങനെയെങ്കിൽ രാജീവെ, പിണറായി വിജയന് നല്ല ബുദ്ധിയും ബോധവും വരേണ്ടതല്ലേ? ഇരിക്കുന്ന കസേരയിലാണ് ഓരോരുത്തരുടെയും മഹത്വം ശേഖരിച്ച് വെച്ചിരിക്കുന്നതെങ്കിൽ അല്ല രാജീവെ, പിണറായി വിജയന് നല്ല ബുദ്ധിയും ബോധവും വരേണ്ടതല്ലേ? പ്രതിപക്ഷ നേതാവ് ഇരുന്ന കസേരയിലല്ലേ ഇപ്പോൾ പിണറായി വിജയൻ ഇരിക്കുന്നത്? ആ മനുഷ്യൻ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും വ്യക്തതയോ ക്ലാരിറ്റിയോ ഉണ്ടോ? ആരെങ്കിലും തോണ്ടിപ്പിടിച്ച് എഴുന്നേൽപ്പിച്ചാൽ LOP എഴുന്നേൽക്കും, ബഹിഷ്കരണ പ്രസംഗം നടത്തും. തുടർച്ചയായി വാർത്താ സമ്മേളനങ്ങളിൽ ദേശാഭിമാനിയെ മുഖ്യമന്ത്രി പരാമർശിക്കുന്നതിൽ രാജീവിന് വലിയ സന്തോഷമാണ്. കാരണം മുഖ്യമന്ത്രി ദേശാഭിമാനി വായിക്കുന്നു എന്നതിലുള്ള സന്തോഷമാണ്. അതിട്ട് പൊതിയുന്ന പൊതിച്ചോറ് പോലും വിശ്വസിച്ച് കഴിക്കാൻ കൊള്ളാത്ത അവസ്ഥയാണിപ്പോൾ. പിന്നല്ലേ അത് വായിച്ച് നിർവൃതി കൊള്ളുന്നത്. എന്തായാലും ദേശാഭിമാനിയിൽ വന്ന വിഴിഞ്ഞം വാർത്ത സഖാക്കളെയെല്ലാം വല്ലാതെ നാണം കെടുത്തി കളഞ്ഞു. അതിൻ്റെ ഒരു ചളിപ്പിലാണിപ്പോൾ എല്ലാവരും. ആട്ടെ, ഈ പൂമരൻ സഖാവ് ദേശാഭിമാനി പത്രമൊന്നും വായിക്കാറില്ലേ? അദ്ദേഹമാണല്ലോ ഇതിൻ്റെ റെസിഡൻ്റ് എഡിറ്റർ. രാജീവിനെ ബുദ്ധിജീവിയെന്നും ഗ്രന്ഥകാരനെന്നും ദാർശനികൻ എന്നുമൊക്കെ സതീശൻ പരിഹസിച്ചതിന് ചമ്മൽ പുള്ളിക്ക് വല്ലാതെയുണ്ട്. ഞാൻ അങ്ങനെ വലിയ വായനക്കാരനല്ല, പ്രഭാഷകനല്ല, സതീശനെ പോലെ എന്നൊക്കെ പറഞ്ഞ് ഉരുണ്ട് കളിക്കുകയാണ്. ചിലരെ കാണുമ്പോൾ BGM ആയി ചില പഞ്ച് ഡയലോഗുകൾ നമുക്ക് സങ്കല്പിക്കാൻ കഴിയും. ഈ പി രാജീവിനെ കാണുമ്പോൾ നമുക്ക് അങ്ങനെ ചിലത് ഓർമ്മ വരും. സ്വന്തം മക്കളെ വിദേശത്ത് പഠിപ്പിച്ച് ഉന്നത നിലയിലെത്തിച്ച ഈ സഖാവ് പറഞ്ഞത് എല്ലാവർക്കും വിദ്യാഭ്യാസം എന്നത് മുതലാളിത്തത്തിൻ്റെ ലക്ഷണമാണെന്നാണ്. പിന്നെ ഇദ്ദേഹം പറഞ്ഞ ആത്മനിഷ്ഠ ഘടകവും വ്യക്തിനിഷ്ഠ ഘടകവും മറ്റൊരു ഫലിതം. VD സതീശൻ പറഞ്ഞത് കളവാണെന്ന് കാണിക്കാൻ സകലമാന പത്രങ്ങളും പൊക്കിക്കൊണ്ടാണ് രാജീവ് വന്നത്. അതെല്ലാം മാധ്യമപ്രവർത്തകരെ കാണിച്ചു. എന്നിട്ടും ഇടത് സർക്കാരിൻ്റെ അഭിമാന നേട്ടം എന്ന രീതിയിൽ വിഴിഞ്ഞ ഓഹരി വിൽപ്പനയെപ്പറ്റി വന്ന വാർത്തയെപ്പറ്റി ഒരക്ഷരം മിണ്ടുന്നില്ല. വെറുതെ ഉരുണ്ട് കളിച്ച് കൊഴുക്കട്ടയാവുക എന്നതാണ് ഇപ്പോൾ കമ്മികളുടെ പ്രധാന വിനോദം. ഒരൊറ്റ ചോദ്യത്തിനെങ്കിലും സത്യസന്ധമായി ഈ രാജീവ് മറുപടി പറയുമോ? നിങ്ങളെ വന്ന് കണ്ട പിണറായി കാലത്ത് നിക്ഷേപിക്കാൻ കൊതിച്ച 3.5 ലക്ഷം കോടിയുടെ സംരംഭകൻ ആരാണെന്ന് ഒരു വാക്കെങ്കിലും നിങ്ങൾ പറ. ശുദ്ധ നുണ പറഞ്ഞും ഉളുപ്പില്ലാത്ത വർത്തമാനങ്ങൾ പറഞ്ഞും പുളുവടിച്ചും നടന്ന ഒരു നേതാവാണ് രാജീവ്.
സതീശൻ്റെ പിന്നാലെ നടന്ന് അദ്ദേഹത്തിന് ശരീരഭാഷയെ കളിയാക്കുകയാണ് പരിപാടി. എങ്ങനെ നല്ല മുഖ്യമന്ത്രിയാകണമെന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നല്ല മുഖ്യമന്ത്രിയാകാതെ കന്നന്തിരിവും ധാർഷ്ട്യവും കാണിച്ചാൽ സതീശനെയും ജനമെടുത്ത് തോട്ടിൽ കളയും. അതിനപ്പുറം വേറെ ഒന്നുമില്ല രാജീവേ. ശരീരഭാഷയെപ്പറ്റി വർണ്ണിക്കാനാണെങ്കിൽ രാജീവിനെ പറ്റിയും എന്തെല്ലാം പാട്ടിലൂടെ പുകഴ്ത്താറുണ്ട്. നുണക്കുഴിക്കവിളിൽ നഖചിത്രം എഴുതി എന്ന പാടരുതോ. സത്യത്തിൽ സഖാക്കളൊന്നും വി ഡി സതീശൻ്റെ മുഖത്തു നിന്നും കണ്ണെടുക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. നവരസങ്ങൾക്ക് പുറമെ സതീശൻ സ്വന്തമായി കണ്ടുപിടിച്ച എന്തെങ്കിലും രസമുണ്ടോ എന്ന് നോക്കിയാണ് ഇവരുടെ നടപ്പ്. പച്ചാളം കാണിച്ചതുപോലെ ഒരു ഐറ്റം അങ്ങ് കാണിച്ചു കൊടുത്താൽ സമാധാനമായി വീട്ടിൽ പോയിക്കൊള്ളും.